ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ, ചെലവായത് 17,650 രൂപ, ബാക്കി 2,350 രൂപ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്. അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തേ. അത് പിന്നെ അപ്പച്ച ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ, കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ, 2,350 രൂപ എവിടെ? 2,350. ആ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇന്നാണ് അവ കണക്ക് കൊണ്ടുവരുന്നത്. അപ്പച്ച അപ്പച്ചൻ തന്നത് 20,000 രൂപയാണെന്ന് ഉറപ്പാണോ, അതോ 17,000 രൂപയോ? ഒറ്റ അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ. എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ച, ഇച്ചായന് കുറെ കൂട്ടുകാരല്ലേ, ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാരൻ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു. അങ്ങനെയാണ് ഈ 2,350 രൂപ ചെലവായത്. എടാ, നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2,350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1,500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2,000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റില 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്നൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യടാ, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മോന്തര എന്റെ ദൈവമേ. തങ്കച്ച, ദേ, ഈ കാശ് ചെലവാക്കുന്ന കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെന്റെ അല്ല. അത് അപ്പച്ചനുള്ള മധുരമില്ലാത്ത. വേണ്ട, അമ്മ ചോദിച്ചു. അമ്മ വേണ്ട, എന്റെ പൊന്നു മോത്തേക്ക് ഒഴിക്കും ഞാൻ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ആര്? നമ്മുടെ മരുമോളെ. അവൾ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ, മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല.